ഈ താമസിക്കുന്ന വീട് മോള് സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ താമസിച്ച വീടാണ്. അപ്പോൾ ആ ഒരു ഇത് ഓളും ഇവിടെ ഉണ്ടെന്നും ചിരിക്കുന്നതും കളിക്കുന്നതും ഒക്കെ ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് അന്ന് മുതൽ ഇന്ന് വരെ ഉമ്മനോട് ചോദിച്ചാൽ അറിയാം. രാത്രി എവിടെങ്കിലും ഒന്ന് പോയിട്ട് വൈകി വരികയാണ്, ആ സമയത്ത് ഞാൻ പോകും എൻ്റെ മോളെ. അത് 10 മണി ആയിക്കോട്ടെ, 11 മണി ആയിക്കോട്ടെ, 12 മണി ആയിക്കോട്ടെ, രാത്രി പോകും. അതൊരു ദിവസം പോലും ഒഴിവാക്കാതെ ഞാൻ പോകും. കാരണം ഇന്നും എൻ്റെ മോളിൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ മോളിനോട് ഓരോ കാര്യങ്ങൾ പറയും. അന്ന് ആ രാത്രി വിളിച്ച സമയത്ത് ഇത്ര സന്തോഷത്തിൽ എൻ്റെ മോൾ സംസാരിച്ചു. വാപ്പി ഈ ഖബറിന്റെ, ഈ റിഫയുടെ ഖബറിന്റെ അരികില് ഒരു ചെടി പോലും മുളക്കാൻ വാപ്പി സത്യം പറഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ ഒരു പൊടി കഷ്ണം പോലും ആ ഖബറിന്റെ അരികിലേക്ക് വരാൻ ഇഷ്ടപ്പെടാറില്ല. അതാണ് ഒരാൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് കൊണ്ടുവച്ചു. ഖബർ അത്രയും ആ പരിസരത്തൊക്കെ വാപ്പി പോയി വൃത്തിയാക്കും. ഞാൻ ദുബായിൽ പോയി ഞാൻ ആ റൂം കണ്ടു. ഞാൻ ആ റൂം കണ്ട സമയത്ത് അവിടെ ഒന്നാമത് ഉപ്പില്ല, മേലെ തൂങ്ങണമെങ്കിൽ എന്തെങ്കിലും ഒരു ചാൻസ് വേണം. ഫാനില്ല ആ റൂമിൽ. പിന്നെ അതുകൂടാതെ തന്നെ റൂഫ് കുറച്ചും കൂടി സാധാ നോർമൽ ഹൈറ്റ് അല്ല, ഹൈറ്റ് കുറച്ചുകൂടി കൂടുതലാണ്. റിഫറൻസ് സമയത്തോളം വളരെ ഹൈറ്റ് കുറവാണ്. ഒരു സാധാ ബെഡ് നിന്ന് കഴിഞ്ഞാൽ മുകളിലേക്ക് ഒരു രീതിയിലും തൂങ്ങാൻ പറ്റില്ല. സഫന ഒരു പ്രാവശ്യം കോടതിയിൽ നിന്ന് ഞങ്ങൾ കണ്ടിനോള് ഞങ്ങളെ കണ്ടിട്ട് എടുത്തേക്ക് വന്നതാണ്. അന്നപ്പം ഞാൻ അവളോട് പറഞ്ഞിട്ട് എൻ്റെ മോൾ അതേ അവസ്ഥ അനക്കും വരും, ഒരു സമയത്ത് അനക്ക് എന്തായാലും വരും, മെനാസിൻ്റെ സ്വഭാവം വെച്ചിട്ട് എന്തായാലും അനക്ക് വരും. അങ്ങനെ മോള് അവിടെ ജോലിക്ക് പോകുന്ന സമയത്ത് അസാനു മോനെ 1.5 വയസ്സല്ലേ ഉള്ളൂ. ആ സമയത്ത് മെനാസിൻ്റെ അടുത്ത് നിർത്തിയിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ ഈ ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് അതിൽ വെക്കും മോനെ. വിശ്വാസ്യതയോടുകൂടിയിട്ട് കാണാൻ പറ്റുന്ന അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു വലിയൊരു കോലാഹലം നടക്കുമ്പോൾ കുറേ ആളുകൾ എന്നോട് തന്നെ പറയുന്നുണ്ട്, ഇതൊക്കെ എന്തിനാ സോഷ്യൽ മീഡിയയിൽ വേണോ എന്നുള്ളതൊക്കെ. നിങ്ങൾക്ക് എങ്ങനെ ഇത് കണക്ട് ചെയ്യും എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പേഴ്സണലാണ്. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന ഉമ്മയെ, ഈ പറയുന്ന ഉപ്പയെ, ഈ കേസ് കൈകാര്യം ചെയ്ത അഡ്വക്കേറ്റ് റഫ്താസിനെ അടക്കം വളരെ മോശമായി. ഉമ്മയൊക്കെ ഒരു സ്ത്രീയെ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഉമ്മയെ പറഞ്ഞു എന്നുള്ളതാണ് ഈ മെഹനാസ്. അതിൻ്റെ റെക്കോർഡുകളൊക്കെ അന്ന് പുറത്തു വന്നു. വാപ്പയെ കുറിച്ചിട്ട് വളരെ മോശമായി പറഞ്ഞു ഈ മെഹനാസ്. കേസ് കൈകാര്യം ചെയ്യുന്ന റഫ്താസിന് മറ്റു പല ലക്ഷ്യങ്ങളാണെന്ന് പറഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊരു കോലാഹലം നടക്കുമ്പോൾ നമുക്കും പറയാനുണ്ടല്ലോ വക്കീലെ, ഈ കേസിൽ നമ്മളും കൂടി പറയേണ്ടതാണല്ലോ വാപ്പി. ഈ ഒരുപാട് യാതനകൾ, ഒരുപാട് വേദനകൾ താണ്ടിയ 4 വർഷങ്ങൾ. ആ 4 വർഷത്തിൽ ഞങ്ങൾ പറഞ്ഞതാണ് സത്യമെന്ന് പൊതുജനം ഇന്ന് മനസ്സിലാക്കുമ്പോൾ ഞങ്ങൾക്കും കുറച്ച് പറയാനുണ്ട്. വക്കീലെ, എന്താ വക്കീലെ ഈ കേസിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നേരിടുകയുണ്ടായി വക്കീലെ. ഒന്നാമത്തെ കാര്യം, ഈ പോലീസ് ഇതുവരെ ദുബായിൽ പോയി അന്വേഷണം നടത്തിയില്ല. അതൊക്കെ ഒരു പോലീസിന്റെ വലിയ വീഴ്ചയല്ല വക്കീലെ. ഒന്നാം മൈക്ക് അടുത്ത് വെച്ചെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് നമ്മൾ സാധാരണ ഒരു ക്രൈം സ്റ്റേജ് കഴിഞ്ഞ വിത്തിൻ 6 മന്ത്സിനുള്ളിൽ ഒരു റിപ്പോർട്ട് കോടതിയിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്യണം. അതിൻ്റെ കേസ് സ്റ്റാർട്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ചോളം സ്റ്റാർട്ടിങ്ങിലുള്ളൊരു ആദ്യം ഒരു 2 മാസം നിങ്ങൾ ജയിലിലാക്കി, അതിനുശേഷം ക്രൈം സ്റ്റേജ് കഴിഞ്ഞിട്ട് ഇതുവരെ കോടതിയിൽ ഒരു റിപ്പോർട്ടും സബ്മിറ്റ് ചെയ്തിട്ടില്ല. DYSP നേരത്തെ അഷർ ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം ആളുകൾ മാറിക്കൊണ്ട് അയാൾ കുറച്ചും കൂടി നന്നായി കേസ് നോക്കിയിട്ടുണ്ട്. നോക്കിയിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിലൊക്കെ വളരെ നമ്മൾ പുള്ളി ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഞാനും ഒരു റിഫയുടെ ഫാദറുമായിട്ട് പോയിട്ടുണ്ടായിരുന്നു സ്റ്റേഷനിൽ, താമരശ്ശേരിയിൽ പല പ്രാവശ്യം DYSP അവരൊക്കെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ശേഷം ഒരു രീതിയിലുള്ള ഒരു സപ്പോർട്ടിങ് നമുക്ക് കിട്ടുന്നില്ല. കാരണം സാധാരണ ഏതൊരു കേസാണെങ്കിലും വിത്തിൻ 1 ഇയർ എങ്കിലും അറ്റ്ലീസ്റ്റ് റിപ്പോർട്ട് കൊണ്ട് സബ്മിറ്റ് ചെയ്യണം, എന്നാലേ എനിക്ക് എവിഡൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. പക്ഷെ കണക്റ്റഡ് മാറ്റർ ഞങ്ങൾ ഇവിടുത്തെ വേറൊരു പോക്സോ കേസുണ്ട്, അതിപ്പോൾ എവിഡൻസിൻ്റെ സ്റ്റേജിലേക്ക് നടക്കുന്നുണ്ട്. ആ കേസ് കുഴപ്പമില്ല, സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. വക്കീലെ മൈക്ക് ഒന്ന് അടുത്ത് പിടിച്ചോ. അതായത് ഈ പലർക്കുള്ള സംശയമാണ് വക്കീലെ, കേവലം പോക്സോ കേസ് മാത്രമാണ് മെഹനാസിന് ഉള്ളത് എന്ന് പറയുന്നുണ്ട്. അല്ല, ഒരിക്കലുമല്ല. കാക്കൂർ പോലീസ് സ്റ്റേഷൻ അതെ നമ്മൾ കമ്മിറ്റ് സൂയിസൈഡിൽ അയാൾക്ക് പങ്കുണ്ട് എന്ന് തെളിയിച്ചത് കൊണ്ടാണ് അയാൾ ജയിലിൽ കിടന്നത്. സാധാരണ ഒരു 498 കേസ് മാത്രമാണെങ്കിൽ സാധാ ബെയിൽ കൊടുക്കുമല്ലോ. ഇത് ഹൈക്കോടതിയിൽ ജാമ്യം തള്ളിയിട്ടുണ്ട്, ആൾ ജയിലിൽ കടന്നിട്ടുണ്ട്. അതിനുശേഷം FIR രജിസ്റ്റർ ചെയ്തു. പക്ഷെ എന്നാലും നമ്മളതിൽ ഞാൻ ദുബായിൽ പോയി ഞാൻ ആ റൂം കണ്ടു. ഞാൻ ആ റൂം കണ്ട സമയത്ത് അവിടെ ഒന്നാമത്
ഉക്കില്ല മേലെ. തൂങ്ങണമെങ്കിൽ എന്തെങ്കിലും ഒരു ചാൻസ് വേണം. ഫാൻ ഇല്ല ആ റൂമിൽ. പിന്നെ അത് കൂടാതെ തന്നെ റൂഫ് കുറച്ചും കൂടി സാധാ നോർമൽ ഹൈറ്റ് അല്ല, ഹൈറ്റ് കുറച്ചുകൂടി കൂടുതലാണ്. റിഫറിനെ സംബന്ധിച്ചോളം വളരെ ഹൈറ്റ് കുറവാണ്. ഒരു സാധാ ബെഡ് നിന്ന് കഴിഞ്ഞാൽ മുകളിലേക്ക് ഒരു രീതിയിലും തൂങ്ങാൻ പറ്റില്ല. ഇനി സ്റ്റൂൾ വെച്ച് കയറിയാൽ തന്നെ ഒരു സാധാരണ ഹൈറ്റിലുള്ള ആൾക്ക് എത്താൻ പറ്റില്ല. അല്ല വക്കീലെ, ഈ സംഭവങ്ങളൊക്കെ തന്നെ ആയിരുന്നല്ലോ നമ്മൾ ഇത് ആത്മഹത്യ ആണോ എന്നുള്ളൊരു സംശയത്തിലേക്ക് നമ്മൾ പോകാനുള്ള കാരണം ദുബായ് പോലീസിന്റെ ഫോറൻസിക് റിപ്പോർട്ടിൽ ഇത് ആത്മഹത്യ ആണോ എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ, വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ. അവർ പറഞ്ഞല്ലോ ഇത് സൂയിസൈഡ്, ഇത് മേർഡർ ആണെന്നോ സൂയിസൈഡ് ആണെന്നോ വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. അവർ സ്പെസിഫിക് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു സംശയം ഉണ്ടായിരുന്ന വക്കീലെ, അന്ന് ഇത് പോസ്റ്റ്മോർട്ടം ചെയ്തു എന്നുള്ളത്, അതൊക്കെ നമ്മൾ അന്ന് പൊളിച്ചതാണില്ല. പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ സംഭവസ്ഥലം മഹസർ ഒരു കേസിനെ സംബന്ധിച്ചോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ആ സ്ഥലത്ത് വടക്കെന്ത്, തെക്കെന്ത്, കിഴക്കെന്ത്, പടിഞ്ഞാറെന്ത് എന്നുള്ളത്, ആ റൂമിലുള്ള ഓരോ സാധനങ്ങളും ഞാൻ പോയി കണ്ടിട്ട് കാര്യമില്ല. പ്രോസിക്യൂഷൻ അവർ തന്നെ പോകണം. ഇവിടുന്ന് ലോക്കൽ പോലീസ് അവിടെ ചെന്ന് സംഭവസ്ഥലം മഹസർ എഴുതിയ മാത്രം. ഇപ്പം ഞാൻ പറഞ്ഞ ഉക്കിൻ്റെ കാര്യമല്ലേ, അത് സ്പെസിഫിക് ആയിട്ട് കോടതിയിലെത്തണം. അതിനെത്തണമെങ്കിൽ അവിടെ പോകണം. ഇപ്പം നമുക്ക് ഇൻ കേസ് ഇപ്പോൾ ഒരുപാട് കാലഘട്ടം കഴിഞ്ഞു, അവിടുത്തെ CCTV ദൃശ്യങ്ങൾ കിട്ടുമായിരുന്നു. ഇപ്പം അവരെ തൊട്ടടുത്തുള്ള ആളുകളുടെ സ്റ്റേറ്റ്മെൻറ്റ് മലയാളികളുണ്ട്. ഇത് കറാമയിലുള്ളൊരു പഴയ ഫ്ലാറ്റാണ്. ആ ഫ്ലാറ്റിൽ 2 റൂമൊന്നുമില്ല, ഒരു ഹാളിൽ തന്നെയാണ് റൂം, ഒരു സ്റ്റുഡിയോയുമായിട്ടൊരു സംഭവമാണ്. അവിടെ ആ സമയത്ത് മെഹനാസ് മാത്രമല്ല, ആ റൂമിൽ ജംഷാദ് ഉണ്ടായിരുന്നു, അത് കൺഫേമാണ്. തൊട്ടടുത്ത ആളുടെ സ്റ്റേറ്റ്മെൻറ്റിൽ വന്നതും പോയതും എല്ലാത്തിനും ഡീറ്റെയിൽസ് അവരുടെ കയ്യിലുണ്ട്. അന്ന് ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ജംഷാദ് ആക്ച്വലി പോലീസിന് മെഹനാസ് അന്ന് ഉപദ്രവിച്ചിരുന്നു എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നുണ്ടല്ലോ. ആ സ്റ്റേറ്റ്മെന്റ് ആണല്ലോ ആക്ച്വലി ഈ കേസ് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിലേക്ക് അടക്കം വരാനുള്ള കാരണം ഉണ്ടായത്. വക്കീലെ, നമുക്ക് തുടർന്ന് അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റും വക്കീലെ? ഈ കേസിൽ ഞാൻ പറഞ്ഞില്ല, നമ്മളിപ്പോൾ 4 വർഷമായിട്ട് നമ്മൾ FIR ഇട്ടു, കേസ് രജിസ്റ്റർ ചെയ്തു എന്നല്ലാതെ എനിക്കത് ക്ലോസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ സഫയുടെ സ്റ്റേറ്റ്മെൻറ്റും, സഫയെ വിളിച്ചിരുന്നു, സഫയുടെ വക്കീലും ഞാൻ തന്നെയാണ്. സഫയുടെ സംസാരിച്ച് നോക്കുമ്പോൾ അവരുടെ പല സ്റ്റേറ്റ്മെൻറ്റും റിഫയുടെ സ്റ്റേറ്റ്മെൻറ്റും സെയിം തന്നെയാണ്, കണക്ട് ചെയ്യുന്നുണ്ട്. ഒരു ആണുങ്ങളെ അടിക്കുന്ന പോലെയാണ് എന്നെ അടിക്കുന്നത്. ഇത് തന്നെയാണ് റിഫയും പറഞ്ഞത്. ഒരു കുട്ടി കയ്യിൽ വെച്ച്, കാരണം അവളത് 2 വർഷമായിട്ട് അവൾ ഒറ്റയ്ക്കെടുത്ത ഡിസിഷനാണ്. സഫ വീട്ടുകാരുടെ സമ്മതമോ ഇല്ലാതെ ഇവർ തമ്മിലുള്ള ആ ഒരു ഇഷ്ടത്തിൻ്റെ പേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടാണ് പിന്നീട് ലീഗലി അവർ മാരേജ് ചെയ്യുന്നത്. അത് കൺഫേം ആണ്. സെയിം പാറ്റേൺ തന്നെയായിരുന്നല്ലോ റിഫയുടെ കേസിൽ സംഭവിച്ചത്. അവരുടെ നിർബന്ധത്തിന് വഴങ്ങി. അത് മാത്രമല്ല, അവന് ജോലിയും വരുമാനമൊന്നും ഇല്ല. സഫയുടെ വീട്ടിൽ നിന്ന് അവർ കൊടുത്ത ഒരു ഊബർ ടാക്സിയിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് അവൻ്റെ ജീവിതമാർഗം. ആ 14,000 രൂപ ടാക്സിയുടെ അടവടയ്ക്കുന്ന സമയത്ത് അത് ഇവിടെ തലയിലേക്ക് ഇടും. ഇവള് പ്രൊമോഷനോ വീഡിയോസോ കാര്യങ്ങളോ ചെയ്തിട്ട് വേണം സഫിയായിട്ടെങ്കിൽ. റിഫയുടെ കേസിൽ റിഫ് ജോലി ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് കൊണ്ടാണ് അവനവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്. അവനവിടെ ഒരു ജോലിക്കും പോയിട്ടില്ല. ഓക്കെല്ലേ, നമുക്ക് എന്തായാലും ഫാമിലിയിലേക്ക് പോവാം. വാപ്പി, ഒരുപക്ഷെ ഞാൻ ഇതിനിടയിൽ ഒരു അഭിമുഖം നടത്തുമ്പോൾ വാപ്പിയുടെ കാര്യം പറയുമ്പോൾ എൻ്റെ കണ്ണിന്ന് പെട്ടെന്ന് വെള്ളം വന്നു എന്നുള്ളതാണ്. കാരണം ഞാൻ ആ പറഞ്ഞതൊരു റിയാലിറ്റിയാണ്. വാപ്പി ഖബറിൻ്റെ അടുത്ത് പോകും, ഉമ്മയെ എന്നോട് പറയും. എന്നോട് വാപ്പി അറിയാതെ തന്നെ ഉമ്മ വിളിക്കാറുണ്ട്. വിളിച്ചിട്ട് പറയും, നീ വാപ്പിയോട് പറയണം ഇങ്ങനെ എപ്പോഴും അല്ല ഉമ്മേ, ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയാൽ വാപ്പി വല്ലാത്തൊരു സ്റ്റേജിലേക്ക് പോകുന്നതിനോട് ഉമ്മി പറയാറുണ്ട്. അപ്പം അതെന്തുകൊണ്ട് ഉമ്മി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാപ്പി അത്രമേൽ, ഇപ്പം ഉമ്മിക്ക് അതില്ലാത്തത് കൊണ്ടല്ല, വാപ്പി അത്രമേൽ റിഫയോട് കണക്റ്റായി നിൽക്കുന്നു, റിഫയുടെ അവസ്ഥയിൽ ലയിച്ചു നിൽക്കുന്നു. വാപ്പിക്ക് ഒരിക്കലും ഇപ്പോഴും അവിടെ നിന്ന് മുക്തനാകാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പം ആ ഒരു സ്റ്റേജ് ഞാനൊരു ഇൻ്റർവ്യൂവിൽ പറയുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് തന്നെ ഓട്ടോമാറ്റിക്കലി കണ്ണുനീര് വന്നുപോയി. ഇപ്പം എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല. വാപ്പി എന്താണ് വാപ്പി ഇപ്പോൾ നമ്മൾ പറഞ്ഞതൊക്കെ ശരിയായിരിക്കുന്നു, എന്ത് പറയാനുണ്ടോ? പറയാന്ന് പറഞ്ഞിട്ട് അപ്പോൾ 4 കൊല്ലമായിട്ട് നമ്മളിത് ഒന്നും ആകുന്നില്ല. ദുബായിൽ അന്വേഷണത്തിൻ്റെ ഓർഡർ വരെ കിട്ടിയതാണ്, പോലീസിൻ്റെ DYSPക്ക് കിട്ടിയതാണ്. അതിൻ്റെ കത്തും വന്നത്, പിന്നെ അന്വേഷിക്കാൻ അതിൻ്റെ ഓർഡറിലെ കത്തൊക്കെ വന്നതാണ്. പക്ഷേ ഇവർ ദുബായിൽ അന്വേഷിക്കാതെ ഈ കുറ്റപത്രം, അത് ഒരു പ്രാവശ്യം ഞാൻ താമരശ്ശേരി ഓഫീസിൽ പോയ DYSPൻ്റെ ഓഫീസിൽ പോയ സമയത്ത് എന്നോട് പറഞ്ഞ് ദുബായിൽ അന്വേഷണം ഇനി കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒപ്പിട്ട് കൊടുത്തില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഒപ്പിടില്ല, എനിക്ക് ദുബായിൽ അന്വേഷണം വേണം, അത് നിർബന്ധമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു കുറച്ചുകൂടി ടൈം എടുക്കും. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, 3.5 കൊല്ലം ഞാൻ കാത്തുനിന്ന്, ഇനിയും കാത്തിക്കാൻ ഞാൻ തയ്യാറാണ്, എനിക്ക് എൻ്റെ മോൾക്ക് എന്താ സംഭവിച്ചതെന്ന് അറിഞ്ഞാൽ മതി. ആ കാത്തിരിപ്പിന് ഇന്ന് ഒരു അർത്ഥമുണ്ടായി. നമ്മുടെ പോരാട്ടം പടച്ചോൻ്റെ ഇതാണത്, പടച്ചോൻ്റെ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതപ്പം പിന്നെ ഖാദർ പറഞ്ഞ പോലെ തന്നെ
അന്ന് മുതൽ ഇന്ന് വരെ ഉമ്മനോട് ചോദിച്ചാൽ അറിയാം. രാത്രി എവിടെങ്കിലും ഒന്ന് പോയിട്ട് വൈകി വരികയാണ്, ആ സമയത്ത് ഞാൻ പോകും എൻ്റെ മോളെ അടുത്ത്. അത് 10 മണി ആയിക്കോട്ടെ, 11 മണി ആയിക്കോട്ടെ, 12 മണി ആയിക്കോട്ടെ, രാത്രി പോകും. അതൊരു ദിവസം പോലും ഒഴിവാക്കാതെ ഞാൻ പോകും. കാരണം ഇന്നും എൻ്റെ മോളിൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ മോളിനോട് ഓരോ കാര്യങ്ങൾ പറയും. ഞാൻ ആ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോയി. അത് എനിക്ക് എൻ്റെ മോളും എൻ്റെ പടച്ചോനും എനിക്ക് കാട്ടിത്തന്നു. ഈ സഫ അല്ല, റിഫാണത്, എൻ്റെ മോളാണത്. കാരണം എൻ്റെ മോൾ എന്താണോ പറഞ്ഞത് അതാണ് ഇന്ന് സഫ പറഞ്ഞത്. എൻ്റെ മോൾ എന്താണോ അനുഭവിച്ചത് അതാണ് ഇന്ന് സഫ അനുഭവിച്ചത്. അപ്പോൾ ഈ 4 കൊല്ലം കാത്തു നിന്നതിന് ഇപ്പോൾ ഒരു പലതും പറഞ്ഞില്ലേ വാപ്പി? പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞു. കാരണം ഇവർക്കൊന്നും ശരിക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ രണ്ടാളും പറഞ്ഞിരിക്കുന്നു. ഈ മോനെ പറ്റി, റിജുവിനെ പറ്റിയിട്ട്, ഇവളെ പറ്റിയിട്ട്, എന്നെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. പക്ഷേ കാറിനെ പറ്റി എല്ലാം പറഞ്ഞു. അത് പിന്നെ എന്താ പറയുക, അതൊക്കെ കേട്ടിട്ട് പിന്നെ ഓരോരുത്തരും ഇങ്ങനെ വിളിക്കൂ, ഇതെന്താ പറയുന്നത്, എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്, എന്താ പറയാത്തത്. അപ്പോഴും ഞാൻ പറയും, ഞാൻ ഇവരോട് പറയും, പറയുന്നവർ പറയട്ടെ. ഇതിനൊക്കത്തിന് നമുക്കൊരു സമയം വരും. ആ സമയത്ത് നമുക്കത് തിരിച്ച് പറയാം, തിരിച്ച് ചോദിക്കാം. പക്ഷേ ഇപ്പോഴും എന്താ പറയുക, ഈ സഫനെ കണ്ടിട്ടോ അല്ലെങ്കിൽ വിളിച്ചിട്ടോ എനിക്ക് ചോദിക്കാം. കാരണം ഈ സഫനോട് ഞങ്ങൾ കോടതിയിൽ വെച്ചിട്ട് പിന്നെ ഞാനും വിളും മറ്റേ പോക്സോ കേസിന് വന്ന സമയത്ത് എൻ്റെ അടുത്തേക്ക് ഉപ്പാന്ന് വിളിച്ച് വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ മോൾ ആരാന്നോ എന്താണെന്നോ എനിക്കറിയില്ല. അങ്ങനെ ഒരാളെ പറ്റിയിട്ട് ഇനി ഇല്ലാത്ത കഥകൾ പറയാൻ നിൽക്കരുത്. അപ്പോൾ പിന്നെ പറഞ്ഞു, ഇല്ല അതൊക്കെ ഓൻ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു, അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് മോനെ കാണണം, അവസാനം മോനെ കാണേനു, ഇപ്പോൾ വരാം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്, സത്യമാണ് ഞങ്ങൾ പറഞ്ഞതെന്ന് മനസ്സിലാകും, അന്ന് മോൾ വന്നു കാണിച്ചു തരാം. ഇതാണ് കർമ്മ. തീർച്ചയായിട്ടും കർമ്മ എന്നൊക്കെ പറഞ്ഞ ഇതാണ്. അതായത് സംഭവിക്കും വക്കീലെ. തീർച്ചയായിട്ടും സത്യത്തെ മൂടി വെക്കാനാവില്ല, കഴിയില്ല ഒരിക്കലും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ ഒരൊറ്റ ധൈര്യത്തിൽ നിന്നാ. കാരണം എന്നല്ലെങ്കിൽ നാളെ അത് തെളിയും എനിക്ക് ഉറപ്പാണ്, 100% എനിക്ക് ഉറപ്പാണ്. കാരണം എന്താ പറയുക, പിന്നെ ഒരു അറിഞ്ഞും കൊണ്ട് ഇതുവരെ ഒരാളെ ദ്രോഹിക്കാൻ പോയിട്ടില്ല. എൻ്റെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മോള് മരിച്ചതിന് ശേഷം പള്ളി, എൻ്റെ മോള്, അത് നിങ്ങൾക്ക് ചിലപ്പോൾ പിന്നെ ഈ ഏതോ ഒരാൾ ഇവിടെ ഈ ഖബർ സിയാർത്തിന് വന്ന സമയത്ത് എൻ്റെ മോളെ ഖബർ കണ്ടിട്ട് അവിടുന്ന് ഒരു ഫോട്ടോ, ഒരു വീഡിയോ എടുത്തും ഞാൻ ഇൻസ്റ്റയിലൊക്കെ ഇട്ടി. അത് കണ്ടാൽ തന്നെ മനസ്സിലാവും. കാരണം അതിൽ പിന്നെ എന്താ പറഞ്ഞത്, പിന്നെ വൃത്തിയിൽ. കാരണം ഒരു ഖബറും ആ പള്ളിക്കാട്ടിൽ ഇത്രയും മനോഹരമായ ഒരു ഖബർ കാണാനില്ല. അപ്പോൾ ഈ മോളെ എത്രത്തോളം ആ ഉപ്പയും ഉമ്മയും. നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ വളരെ വൈകാരികമായിട്ട് എനിക്കറിയാവുന്ന കാര്യം കേട്ടോ ഇത്. അഭിമുഖത്തിലൂടെ എൻ്റെ കണ്ണൊന്ന് വെള്ളം വന്നു പോയി. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സംഭവം എനിക്ക് അറിയാവുന്നുണ്ടാ വക്കീലെ. വാപ്പി ഈ ഖബറിൻ്റെ, ഈ റിഫയുടെ ഖബറിൻ്റെ അരികിൽ ഒരു ചെടി പോലും മുളക്കാൻ വാപ്പി സത്യം പറഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ ഒരു പൊടി കഷ്ണം പോലും ആ ഖബറിൻ്റെ അരികിലേക്ക് വരാൻ ഇഷ്ടപ്പെടാറില്ല എന്നുള്ളതാണ്. അതാണ് ഒരാൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് കൊണ്ടുവച്ച്, ഖബർ അത്രയും ആ പരിസരത്തൊക്കെ വാപ്പി പോയി വൃത്തിയാക്കും. അപ്പം എല്ലാം ദിനേന പോയി വൃത്തിയാക്കും എന്നുള്ളതാണ്. അത്രമാത്രം റിഫയെ വാപ്പി സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ്. റിഫയെ സംബന്ധിച്ചിടത്തോളം വാപ്പി ജീവനായിരുന്നു, ഉമ്മി ജീവനായിരുന്നു. അത്രമാത്രം ആത്മബന്ധം ഉണ്ടായിരുന്ന ഒരു സംഭവം. അവൾ അങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യില്ല എന്നിവർ ഉറച്ചു പറയാനുള്ള കാരണം ഒരിക്കലും ചെയ്യില്ല. കാരണം പിന്നെ എന്താ പറയുക, അന്ന് ആ രാത്രി വിളിച്ച സമയത്ത് ഇത്ര സന്തോഷത്തിൽ എൻ്റെ മോൾ സംസാരിച്ചു, ഇത്ര സന്തോഷത്തിൽ. എൻ്റെ അവസാന മോന് പിന്നെ എന്തെങ്കിലും വാങ്ങാൻ പൈസ അയച്ചു തരാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മോളെ ഓന് വേണ്ടിയിട്ട് ഒരു ഉറുപ്പ്യ പോലും ഇങ്ങോട്ട് അയക്കണ്ട, ഓന് വേണ്ട എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ വാങ്ങിക്കൊടുത്തോളൂ, അതിന് ഞാനിവിടെ ഉണ്ട്. മോളെ കാര്യം നോക്കിയിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിൽക്കുക. പിന്നെ ആ സമയത്ത് ആ ഒരു 10-20 മിനിറ്റിൻ്റെ ഉള്ളിൽ ആ റൂമിൽ എന്ത് സംഭവിച്ചു. ജംഷാദിനോട് പിന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞു, ഈ മൂന്നാറിൽ വെച്ചൊരു വിഷയം ഇവർ പറയുന്നുണ്ടല്ലോ, അത് ഇവൻ്റെ ഒരു നാടകമായിരുന്നു. ജംഷാദ് പറഞ്ഞു മോള് അവിടെ ജോലിക്ക് പോകുന്ന സമയത്ത് അസാനു മോനെ 1.5 വയസ്സല്ലേ ഉള്ളൂ ആ സമയത്ത്,
മനാസിൻ്റെ അടുത്ത് നിർത്തിയിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ ഈ ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് അതിൽ വെക്കും മോനെ. മോന് ഫോണിൽ കളിച്ചിരിക്കും. അപ്പം മോന് ബക്കറ്റിൽ വെള്ളത്തിൽ കളിച്ചിരിക്കും. അപ്പോൾ അത് ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞ സമയത്ത് അതിന് പോലും ഓൻ ഞാനാ നോക്കലും പറഞ്ഞിട്ടൊക്കെ ആ അനുഭവം ഒന്ന് സഫ പറഞ്ഞില്ലേ. കുട്ടീനെ പിന്നെ നോക്കാൻ വേണ്ടി പറയുമ്പോൾ ഇതുവരെ ഇനി എന്താക്കിയായിരുന്നു കുട്ടിയെ നോക്കാൻ എന്നാൽ തിരിച്ച് ചോദിക്കോളോട്. അതുപോലെ തന്നെ ചെയ്തോന്ന്. കാരണം കുട്ടീനെ കയ്യിൽ വെച്ചിട്ട് പോലും ഇവൻ ഓളെ ഈ ഇൻസിഡൻറ്റുകളൊക്കെ മാച്ച് ആവുന്നുണ്ട്. അന്ന് ശരി റിഫ പറഞ്ഞതൊക്കെ സംഭവിക്കുന്നുണ്ട്. യാഥാർത്ഥ്യമാണ്. ഉമ്മിലേക്ക് പോകാൻ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ വേട്ടയാടപ്പെട്ടത് വാപ്പിയേക്കാൾ, ഒരുപക്ഷെ എന്നേക്കാൾ വക്കീലിനേക്കാളൊക്കെ കൂടുതൽ വേട്ടപ്പെട്ട ഉമ്മയാണ്. ഉമ്മയെക്കുറിച്ച് ഈ മെഹനാസൊക്കെ പറഞ്ഞത്, ജയിക്കാൻ വേണ്ടി പറഞ്ഞത് വളരെ മോശമായിട്ടുള്ള കാര്യമായിരുന്നു. ഞാനൊരു പ്രാവശ്യം അതിനെതിരെ വീഡിയോ അടക്കം ചെയ്തിട്ടുണ്ട്. അവന് പലരോട് പേഴ്സണലിൽ പറഞ്ഞ ഒരു വോയിസ് ലീക്കായതാണ്. അതായത് അത്രക്കും ക്രൂര ചിന്താഗതിയിലുള്ള ഒരാൾ, ഒരു ഉമ്മയെപ്പോലും ഒരിക്കലും ഒരാൾക്ക് പറയാൻ പറ്റാത്ത വാക്കുകൾ കൊണ്ട് ഉമ്മയെ പറഞ്ഞു. അതിനൊക്കെ ഉമ്മയെ പ്രതിരോധിച്ചു. ഉമ്മയൊക്കെ എന്നെ ഒരുപാട് സങ്കടപ്പെട്ടതാണ്. എന്ത് തോന്നുന്നു ഉമ്മയും ഇപ്പോൾ? സഫന ഒരു പ്രാവശ്യം കോടതിയിൽ നിന്ന് ഞങ്ങൾ കണ്ടിനോള് ഞങ്ങളെ കണ്ടിട്ട് എടുത്തേക്ക് വന്നതാണ്. അന്നപ്പം ഞാൻ അവളോട് പറഞ്ഞിക്ക് എൻ്റെ മോൾ അതേ അവസ്ഥ അണക്കും വരും, ഒരു സമയത്ത് അണക്ക് എന്തായാലും വരും, മെനാസിൻ്റെ സ്വഭാവം വെച്ചിട്ട് എന്തായാലും അണക്ക് വരും അങ്ങനെ. അപ്പോൾ അന്ന് ഒരു സമയത്ത് ഇങ്ങി വരേണ്ടി വരും ഞങ്ങളേരിയത്ത്, അന്ന് ഇങ്ങി വാ, അന്ന് എനിക്ക് മോനെയും കാണിച്ചുതരാം, ഇങ്ങി വരാണ്ടിന്ന് പറഞ്ഞു. പിന്നെ ഒരു പ്രാവശ്യം ഓളിന്നെ വിളിച്ചിനും, ഫോണിൽ വിളിച്ചിനും. അപ്പോൾ എനിക്ക് നമ്പർ അറിയാത്തൊരു നമ്പർ ആയതുകൊണ്ട് ഞാൻ എടുത്ത്. അപ്പോൾ ഓളിനോട് ഫസ്റ്റ് തന്നെ പറഞ്ഞ സലാം പറഞ്ഞ് ഞാൻ സലാം അടക്കി. അപ്പോൾ എന്നോട് പറഞ്ഞ് ഉമ്മക്ക് ദേഷ്യമുള്ള ഒരാളാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ആരോടും ദേഷ്യമുള്ള ഒരാൾ എന്നെ വിളിക്കാനില്ല. അപ്പം പറഞ്ഞ് ഞാനാണ് സഫ എന്ന് പറഞ്ഞു. അപ്പം പിന്നെ പെട്ടെന്ന് എന്താ പറയുക, ഓളെ ഒരു ഇത് കണ്ടപ്പോൾ എന്താ പറയേണ്ടതെന്നുള്ള. അപ്പം പറഞ്ഞു എനിക്കൊന്ന് നിങ്ങളെ വീട്ടിലേക്ക് വരണ്ടീനും, സാനുമോനെ കാണാനാണ്, അപ്പോൾ വരട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം വിളിച്ചിരുന്നു. അന്നും ഞാൻ പറഞ്ഞു ഒരു ദിവസം വരൂ, ഇതിനൊക്കെ ഇങ്ങി സമാധാനം പറഞ്ഞിട്ടൊരു ദിവസം വരൂ, അന്നിങ്ങി വാ ഞങ്ങളെ വീട്ടിലേക്ക്, എനിക്ക് മോനെ കാണിച്ചും തരും. അങ്ങനെ ഞാൻ അവളോട് പറഞ്ഞു. ഇപ്പം അതേ ഇത് തിരിച്ച് വന്ന് ഞങ്ങൾ പറഞ്ഞ എല്ലാതും 4 കൊല്ലമായി ഞങ്ങളെ മോള് പോയിട്ട്. അപ്പോൾ ഈ 4 കൊല്ലം ഞങ്ങൾ അനുഭവിക്കുന്നത് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ തന്നെ ഇവിടെ വീട്ടിൽ പകലൊക്കെ ഒറ്റക്ക ഉണ്ടാകുക. സാനുമോൻ സ്കൂൾ പോവും, ഇപ്പോൾ പോവും, റിജു പോവും. അപ്പോൾ എൻ്റെ അവസ്ഥ ശരിക്കും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയോ ഇത് വരും. പിന്നെ പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചപ്പം ഈ താമസിക്കുന്ന വീട് മോള് സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ താമസിച്ച വീടാണ്. അപ്പോൾ ആ ഒരു ഇത് ഓളും ഇവിടെ ഉണ്ടെന്നും ചിരിക്കുന്നതും കളിക്കുന്നതും ഒക്കെ ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഇതാണ്. അങ്ങനത്തെ ഞങ്ങളെ കൊണ്ടാണ് ഓല് രണ്ടാളും കൂടി സോഷ്യൽ മീഡിയയിൽ വന്ന് എന്നെ കൊണ്ടൊക്കെ എന്താ പറയുക, പുറത്ത് പറയാൻ പറ്റാത്ത, എല്ലാവരും കേട്ടിട്ടുണ്ടാവും അങ്ങനത്തെ. ഈ കാലം വരെ അങ്ങനത്തെ യാതൊരു ഇതിനും നമ്മൾ പോകേണ്ട ഒരു, എന്നാലും ഞാൻ ഓരോ വീട്ടിൽ പണിക്ക് പോയിട്ടൊക്കെ കൊണ്ടുവന്നിട്ട് എത്രയോ മേനാസ് തിന്നിക്ക്. പണിക്ക് പോകാണ്ടിരുന്നിട്ട് ഞങ്ങൾ രണ്ടാളും പോയിട്ട് കൊണ്ടുവന്നിട്ടായിരുന്നു. അപ്പോൾ ഭയങ്കര എന്താ ഇപ്പോൾ ഭയങ്കര ഒരു ഇതാണ് ഞങ്ങൾക്ക്. സലോമി വിഷമിക്കണ്ട, കാരണം എന്തായാലും ഈ സത്യത്തിനാണ് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. പിന്നെ അതാണ് ഞങ്ങളെപ്പോഴും പറയലുണ്ട്. എന്തെന്ന് വെച്ചാൽ എല്ലാവരും പറയും 4 കൊല്ലമായില്ലേ കേസ് എന്താ ഒന്നും ആത്തത്. അപ്പം ഞങ്ങളിതാ പറയില്ല, ഞങ്ങൾക്ക് പടച്ചോന് ഉണ്ട് ഞങ്ങളെപ്പുറം. അപ്പോൾ നേരം വൈകിയാലും ഞങ്ങൾക്ക് പടച്ചോൻ അതിനുള്ളത് കാണിച്ചു തരും. എപ്പോഴും എല്ലാവരോടും ഞങ്ങളങ്ങനെ പറയല്. അപ്പോൾ ഇപ്പം പടച്ചോന് നമുക്ക് അതിൻ്റെ അത് കാണിച്ചു തന്നു. അപ്പോൾ ഇതുപോലെ ഇനി ബാക്കിയും കൂടി എന്തായാലും ഞങ്ങളെ മോക്ക് എന്താണ് ഇനി അങ്ങോട്ട് നമ്മൾ കേസ് കുറച്ചുകൂടെ ഫാസ്റ്റ്, കേസ് നമ്മൾ കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കും. കണക്റ്റഡ് മാറ്ററുള്ളത് കൊണ്ട് ഇതേപോലെ തന്നെ അഡ്വക്കേറ്റ് റഫ്താസ് ഇക്കാര്യത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരാളാണ്. ഇപ്പോൾ ഞാൻ മാത്രമല്ല, മറിച്ച് റഫ്താസ് വക്കീൽ എന്ന് പറയുന്നത് ഈ കേസിലെ ഒരു നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ നടത്തിയ ഒരാളാണ്. റഫ്താസ് വക്കീൽ ആൻഡ് ടീം. അപ്പോൾ വലിയൊരു നീക്കം റഫ്താസ് വക്കീൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് പകരം വെക്കാനില്ലാത്ത കാര്യമാണ്. ഞങ്ങൾക്കൊക്കെ റഫ്താസ് വക്കീലിനോട് കടപ്പാടുണ്ട്. ഒരു പ്രതിഫലം ഇന്ന് ഈ സമയം വരെ ഒരു രൂപ പോലും ഞാൻ ചോദിക്കാറുണ്ട്, വക്കീൽ എന്തെങ്കിലും വേണോ എന്ന് ഞാൻ വക്കീലിനോട് പേഴ്സണലി വിളിച്ചു വരും. വാപ്പയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ ചോദിക്കുമ്പോൾ വക്കീൽ പറയാൻ എൻ്റെ വേണ്ട, ഇത് എൻ്റെ പേഴ്സണലാണ്. അപ്പം ഞാൻ പറയും, വക്കീലെ നമ്മളെല്ലാവരും മെയിൻ ഒന്നായിരുന്നു എന്നുള്ളതാണ്. ഈ 4 പേരും ചിന്തിച്ചത് ഒരുപോലെയായിരുന്നു.
അങ്ങനെയുള്ള ഒരു വക്കീലാണ് നമുക്ക് വിശ്വാസ്യതയോട് കൂടിയിട്ട് കാണാൻ പറ്റുന്ന ഒരു അഡ്വക്കേറ്റ്. അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് നമ്മളായിട്ട് സഹകരിച്ച് വക്കീലെ. ഐ റിയലി അപ്രീഷിയേറ്റ് യു. നിങ്ങൾ നമുക്ക് വേണ്ടി ഒരുപാട് പ്രയത്നിച്ചു. വാപ്പി ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴൊക്കെ വാപ്പിയെ സമാധാനിപ്പിക്കല്, വാപ്പിക്ക് ആശ്വാസം നൽകൽ, അല്ല വാപ്പി? ഈ കേസിലെ സഫേനെ വിളിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. പിന്നീട് ഒരുപാട് കാര്യം ആലോചിച്ച് നോക്കുമ്പോൾ റിഫ സംസാരിക്കുന്ന പോലെ തന്നെ പല കാര്യങ്ങളിലും ആണുങ്ങളെ തല്ലുന്ന പോലെ എന്നെ തല്ലിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം സ്ട്രൈക്ക് ചെയ്തത് നമ്മുടെ പഴയ ഹൈക്കോർട്ടിൽ കൊടുത്ത ഒരു വോയിസാണ്. ഓൾമോസ്റ്റ് സിമിലറാണ് പല കാര്യങ്ങളും പറഞ്ഞു നോക്കുമ്പോൾ. പക്ഷെ ആ കുട്ടി ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഇത് പാരൻസിനെ അറിയിക്കാതെ 2 വർഷം ആ കുട്ടി കൊണ്ടു നടന്നിട്ടുണ്ട് സിഫ. അതാണ് ശരിക്കും ഈ കേസ് എടുത്തപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം കുറച്ച് ദേഷ്യം തോന്നിയാലും പക്ഷെ അതിലേക്ക് കടന്നപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയാ, അത് ഒറിജിനലാണ്. അല്ല, ഒരു കുഞ്ഞി കൈകളുണ്ട് എന്നുള്ള മാനുഷിക പരിഗണന സഫ അർഹിക്കുന്നുണ്ട്. അതില്ല നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ അതേസമയം ഈ പറയുന്ന സഫ എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വി ആർ സെപ്പറേറ്റഡ് എന്ന് പറയുന്ന സമയത്ത് ഞങ്ങൾ വേർപിരിഞ്ഞ ആളുകളായിരുന്നു. പക്ഷെ കാതിർക്ക അത് പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ ഒന്നിച്ചു. അപ്പൊ ഇവൾക്ക് അടി കിട്ടുന്നവന്മാരായിരുന്നില്ല പ്രശ്നം, കാതർ കൈപ്പൊടി പറഞ്ഞത് ശരിയാണ്. അപ്പോ ഞങ്ങൾക്കിത് സന്തോഷമാണെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ ആഗ്രഹിച്ചതാണ് നടന്നത് എന്നേ പറയുന്നത്. ഞങ്ങൾ സന്തോഷപരമൊന്നുമില്ല. ചിലപ്പോൾ ഒരു നാൾ ഒരുമിച്ച് പോകാം, തീർച്ചയായിട്ടും നോക്കണ്ട, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മളുടെ അടുത്ത് വന്നു എല്ലാ ഡീറ്റെയിൽസും സോളിഡ് എവിഡൻസ് അടക്കം ഫോട്ടോസ്, ഉപദ്രവിച്ചിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഓഫ് എൻ്റെ കയ്യിലുണ്ട്. ഞാനത് കേസ് രജിസ്റ്റർ ചെയ്യുന്നു, അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സിമിലറാണ് ഓൾമോസ്റ്റ്. ഞാൻ റിഫയുടെ കേസിൽ എന്താണോ ഡ്രാഫ്റ്റ് ചെയ്തത് ഓൾമോസ്റ്റ് 80% സഫയുടെ കേസിലും അതും ജെന്യുവനാണ്. പല കാര്യങ്ങളും സെയിം തന്നെയാണ്. എന്തായാലും വക്കീലെ, ഉമ്മി വാപ്പി, ഇങ്ങനെ ഒരു അഭിമുഖം ഞങ്ങൾ 4 ആൾക്കും ഒരുപോലെ ആവശ്യമുണ്ടായിരുന്ന ഒരു അഭിമുഖമാണ്. കൂടുതൽ ഞങ്ങൾ പറയുന്നില്ല, കാരണം ഞങ്ങൾ ഇനി സോഷ്യൽ മീഡിയയിൽ പറയാനോ പിടിക്കാൻ, ഞങ്ങൾക്ക് ഈ കേസിൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടണമെന്നുണ്ടായിരുന്നെങ്കിൽ, റീച്ച് ഉണ്ടായിരുന്നെങ്കിൽ എത്ര വീഡിയോ ചെയ്യായിരുന്നു. പലപ്പോഴും വാപ്പി ഉമ്മയും പറയുമ്പോൾ ഞാൻ ചെയ്യാറില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ കാരണം ഈ വിഷയത്തിൽ ആർക്കൊരു നെഗറ്റീവ് റീച്ച് ഉണ്ടാവണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ വീഡിയോ നമ്മൾ ഫസ്റ്റ് വീഡിയോ ഈ കേസിൽ നമ്മളെല്ലാവരും ഒരുമിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇതാണ്. സന്തോഷമൊന്നുമില്ല, പക്ഷെ സമാധാനമുണ്ട്. സന്തോഷം എന്ന് പറയാം, സമാധാനം ഉണ്ട്. ഇനി തന്നെങ്കിലും ഇത് എന്തെങ്കിലും ഒന്നാവും എന്നുള്ളൊരു പ്രതീക്ഷ, ഒരു ഹോപ്പ്. നമ്മൾ പറഞ്ഞതൊക്കെ ശരിയായെന്ന് സമാധാനം. സോ ഐ വാല്യൂ വക്കീൽ നമുക്ക് ഒരുപാട് സമയം തന്നു. ഇപ്പോൾ പോലും നമ്മളെ കൂടെ വന്നു. അത്യാവശ്യം കോഴിക്കോട്ടെ ലീഡിങ് വക്കീലന്മാരിൽ ഒരാളാണ് അഡ്വക്കേറ്റ് മഫ്താസ്. താങ്ക് യു സോ മച്ച് വക്കീലെ, കൂടെ നിന്നതിൽ, പിന്തുണച്ചതിൽ എല്ലാം കൊണ്ടല്ലോ. അതെന്തായാലും നമുക്ക് വേണ്ടി പേര്. ഓക്കെ, ബൈ.